Hello everyone, welcome to a new lesson with Maria Slitex. Today we are going to discuss yet another poem by Imtiaz Darkar, and the poem is titled For the Minicab Driver Who Looked as If He Needed Feeding. And this is included in the AC English paper for second semester Commerce and Management students under the FYUGP program of Calicut University. So, ഈ ഒരു ലെസൺ ഈ ഒരു പോയത്തിനെ കുറിച്ചുള്ള രണ്ട് പാർട്ടിൽ ആദ്യത്തെ പാർട്ടാണ്. സോ ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി ജസ്റ്റ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി പോം. ഈ ഒരു പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസും എക്സ്പ്ലനേഷനും മാത്രമാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും നോട്ട്സും പ്രാക്ടിക്കമിനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. സോ വിത്തൗട്ട് മച്ച് വെയിറ്റിംഗ്, ലെറ്റ്സ് ഗോ ടു ദി ലെസൺ. ഫസ്റ്റ് ഓഫ് ഓൾ, Imtiaz Darkar is born in Lahore, Pakistan in 1954, but she was raised in Glasgow, Scotland. ബേസിക്കലി ഒരു പാകിസ്ഥാനിയാണ്, ബോൺ ഇൻ ലഹോർ. പക്ഷേ ഇവർ വളർന്നതെല്ലാം സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് കൾച്ചറൽ ഡ്യുവാലിറ്റി ബിക്കംസ് എ സോഴ്സ് ഫോർ ഹെർ ക്രിയേറ്റീവ് വർക്ക് ബോത്ത് ഇൻ ഹെർ പോയട്രി ആൻഡ് വിഷ്വൽ ആർട്ട്. അപ്പോൾ ഇവർ വെറൊരു എഴുത്തുകാരി മാത്രമല്ല, ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇവരുടെ മൊത്തം റൈറ്റിങ്സിലും ആർട്ടിലൊക്കെ ഈ ഒരു കൾച്ചറൽ ഡ്യുവാലിറ്റി, ഒരു രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവരുടെ എല്ലാ വർക്ക്സിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ഈ ഇസ്ലാമിക് കൾച്ചറൽ ഹെറിറ്റേജ്, ആൻഡ് ദെൻ അവരുടെ സ്കോട്ടിഷ് ഏർബൻ ലൈഫ്. വളരെ റൂറലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് ഇസ്ലാമിക് ആണ്, അതേസമയം അവർ ജീവിക്കുന്നത് വളരെ ഏർബനായിട്ടുള്ള ടൗൺഷിപ്പായിട്ടുള്ള സ്കോട്ട്ലൻഡിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇൻഫ്ലുവൻസ്, മിക്സ്ഡ് ഇൻഫ്ലുവൻസ് ഇവരുടെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. And growing up in Glasgow's Pakistani-Scottish community during 1950s and 60s, she experienced first-hand complexities of cultural adaptation and integration. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് സ്കോട്ട്ലൻഡിൽ പോയിട്ട് അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ കൾച്ചറുമായിട്ട് മിങ്കിൾഡായിട്ട് ജീവിക്കുന്ന പാകിസ്ഥാനി സ്കോട്ടിഷ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള കൾച്ചറൽ അഡാപ്റ്റേഷൻ്റെ പ്രശ്നങ്ങൾ, ആ കൾച്ചറുമായി ചേർന്ന് പോവുകയും നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം ഇവരുടെ വർക്ക്സിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. And she had a sharp sensitivity to questions of identity, belonging, cultural displacement. അപ്പോൾ ഇവരുടെ വർക്കിൽ വരുന്ന മേജർ തീംസ് ആണ്, ഒന്ന് ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, ദെൻ ആ ഒരു സ്ഥലത്തേക്ക് ബിലോങ് ചെയ്യുക, അവിടുത്തേതാണ് എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ്, ദെൻ കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മുടേതായ ഒരു കൾച്ചർ ഒരു അന്യനാട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ തീംസൊക്കെ ഇവരുടെ വർക്ക്സിൽ വരുന്നുണ്ട്. ദെൻ ഹൗ കൾച്ചറൽ ബൗണ്ടറീസ് ആർ ഇൻഫ്ലുവൻസിങ് ദിയർ ഫ്രീഡം, പിന്നെ റിലീജിയസ് ഫെയ്ത്ത്, ജെൻഡർ റോൾസ്, ഇതെല്ലാം ഇവരുടെ തീംസാണ്. സോ ഹെർ ഫസ്റ്റ് പോയട്രി കളക്ഷൻ ഇസ് പർദ, published in 1989, and this established her as a powerful new voice in contemporary British poetry. അപ്പോൾ പർദ എന്ന് പറയുന്ന ഇവരുടെ ഫസ്റ്റ് കളക്ഷൻ തന്നെ കണ്ടംപററി ബ്രിട്ടീഷ് പോയട്രിയിൽ ഇവരുടെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ അതർ പോയട്രി കളക്ഷൻസ് ഇൻക്ലൂഡ് പോസ്റ്റ് കാർഡ്സ് ഫ്രം ഗോഡ്, ദെൻ ഐ സ്പീക്ക് ഫോർ ദ ഡെവിൾ, ദെൻ ഓവർ ദ മൂൺ. ഇതെല്ലാം ഇവരുടെ ഒരു പേഴ്സണൽ ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസിൻ്റെയും അതേസമയം അവിടുത്തെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഇവരുടെ വർക്ക്സിൽ വരുന്നത്. ആൻഡ് ഷീ റിസീവ്ഡ് ക്വീൻസ് ഗോൾഡ് മെഡൽ ഫോർ പോയട്രി ഇൻ 2014. Then she's not just a poet but also an artist and documentary filmmaker. അപ്പോൾ living between London and Mumbai, she's a very prominent writer and director now. ഡോക്യുമെൻ്ററി ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ലണ്ടനിലും മുംബൈയിലും ആയിട്ടാണ് ഇവരുടെ ഒരു ലൈഫ്. സോ ഇതെല്ലാമാണ് ഇവരെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ആൻഡ് നൗ ദിസ് പോം ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ മൊഡ്യൂൾ 3 ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് വിച്ച് ഇസ് ടൈറ്റിൽഡ് വേർഡ്സ് ആൻഡ് വേൾഡ്. അപ്പോൾ ഇവരുടെ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കുറച്ച് വർക്ക്സാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കം ഭാഗത്ത് വരുന്നത്. ദാറ്റ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദി സെക്കൻഡ് പാർട്ട്. സോ ദിസ് പോം ഇഫക്റ്റീവ്ലി ക്യാപ്ചേഴ്സ് എ മൊമെൻ്റ് ഓഫ് അൺകോൺഷ്യസ് ബയാസ്, കൾച്ചറൽ അസംപ്ഷൻസ് ആൻഡ് കോംപ്ലെക്സ് ഡൈനാമിക്സ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ കണ്ടംപററി ബ്രിട്ടീഷ് സൊസൈറ്റി. അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് പല മിക്സഡ് ആയിട്ടുള്ള കൾച്ചേഴ്സ് തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ബ്രിട്ടീഷ്
കമ്മ്യൂണിറ്റിയുടെ അകത്ത് മറ്റുള്ളവരെ നമ്മൾ ബയാസ്ഡ് ആയിട്ട് ഒരു സ്റ്റീരിയോ ടൈപ്പ്ഡ് ആയിട്ടുള്ള രീതിയിൽ നോക്കിക്കാണുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു പോം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. So let's go to the poem. For the minicab driver who looked as if he needed feeding. അപ്പോൾ ഈ പോയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫോർ ദ മിനി ക്യാബ് ഡ്രൈവർ. ഇവർ സംബഡി ഈസ് ട്രാവലിംഗ് ഇൻ എ മിനി ക്യാബ്. ഒരു മിനി ക്യാബിൽ യാത്ര ചെയ്യുന്ന ഒരാൾ അതിൻ്റെ ഡ്രൈവറെ നോക്കി കാണുന്ന ഒരു രീതിയാണ്. ആൻഡ് ദിസ് പേഴ്സൺ ഹൂ ഈസ് ട്രാവലിംഗ്, നമുക്ക് ട്രാവലർ എന്ന് വിളിക്കാം. ട്രാവലർ ഇയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾക്ക് ഫുഡിൻ്റെ കുറവുണ്ട്, അദ്ദേഹത്തിന് ആരോ ഫുഡ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ, ലൈക്ക് എ മാൻ ഹൂ ഈസ് പോവർട്ടി സ്ട്രിക്കൻ. അപ്പോൾ ദരിദ്രനായ ഒരാളെ നോക്കിക്കാണുന്ന രീതിയിൽ ഡ്രൈവറെ നോക്കിക്കാണുന്ന ഒരു ട്രാവലറുടെ ഒരു വോയിസിലാണ് ഈ ഒരു കവിത വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ പോം. He looks so young, his hands bony at the wheel. I wonder if he has been out all night, what he might have had food, he might had for breakfast, and what he eats when his shift ends. So, he looks so young. അപ്പോൾ ഈ സ്പീക്കർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ മിനി ക്യാബ് ഡ്രൈവർ വളരെ യങ് ആണ്. അതേസമയം ഇദ്ദേഹം ഈ എന്താ പറയുക സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൈ കാണുമ്പോൾ ഹീ ഈസ് വെരി ബോണി. അതായത് ഒന്നും ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാതെ വെൽ ടു ഡു ഫാമിലിയിൽ നിന്നല്ല, ഈ ഡെയിലി റുട്ടീനിലൊന്നും കഴിക്കാനൊന്നും കിട്ടാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളെ പോലെയാണ് ഇയാളെ പിക്ചറൈസ് ചെയ്യുന്നത്. സോ ഐ വണ്ടർ ഹി ഹാസ് ബീൻ ഔട്ട് ഓൾ നൈറ്റ്. രാത്രി മുഴുവനും ജോലി ചെയ്ത് ബുദ്ധിമുട്ടിയ ഒരാളാണെന്ന് തോന്നുന്നു. വാട്ട് ഹി മൈറ്റ് ഹാവ് ഹാഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, എന്താണാവോ കഴിക്കാൻ കിട്ടിയിട്ടുള്ളത്. ആൻഡ് വാട്ട് ഹി ഈറ്റ്സ് വെൻ ഹിസ് ഷിഫ്റ്റ് എൻഡ്സ്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷിഫ്റ്റ്, ഈ ഒരു സമയത്ത് ജോലി കഴിഞ്ഞിട്ട് എന്താണാവോ കഴിക്കാനുള്ളത്. സോ ദിസ് പോം എക്സെംപ്ലിഫൈസ് ഹെർ ക്യാരക്ടറിസ്റ്റിക് സ്റ്റൈൽ ഓഫ് എക്സ്പ്ലോറിംഗ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് അസംഷൻസ് ത്രൂ എവറി ഡേ എൻകൗണ്ടേഴ്സ്. ഡെയിലി ലൈഫിൽ ഉള്ള എൻകൗണ്ടേഴ്സിലൂടെ, മീറ്റിങ്ങുകളിലൂടെ വളരെ നുവാൻസ്ഡ് ആയിട്ടുള്ള, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു രീതിയാണ് ഇവരുടേത്. ആൻഡ് യൂസിങ് ദി സീമിംഗ്ലി സിമ്പിൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ പാസഞ്ചർ ആൻഡ് എ മിനി ക്യാബ് ഡ്രൈവർ to unpack complex themes of belonging and prejudice. നമുക്ക് മറ്റൊരാളെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ പ്രിജുഡിസ് എന്ന് പറയുമ്പോൾ മുൻവിധികൾ, മുൻധാരണകൾ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള ഒരു ഡ്രൈവറെ കുറിച്ച് പാസഞ്ചർ ഉണ്ടാക്കിയെടുക്കുന്ന ചില മുൻധാരണകളും അത് ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള നോർമൽ ഡേ ടു ഡേ ലൈഫിലെ ഇൻട്രാക്ഷൻസിലൂടെയാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ് ഇവർ കൊണ്ടുവരുന്നത്. സോ ദ ഓപ്പണിംഗ് ലൈൻസ്, ഹി ലുക്സ് സോ യങ്, ഹിസ് ഹാൻഡ്സ് ബോണി അറ്റ് ദ വീൽ, എസ്റ്റാബ്ലിഷ് ദർക്കേഴ്സ് ടെക്നിക് ഓഫ് കീൻ ഒബ്സർവേഷൻ. വളരെ ഫിസിക്കലായിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നാണ് ഇവർ ഒരു ഡീപ്പറായിട്ടുള്ള സോഷ്യൽ കമൻട്രിയിലേക്ക് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ലൈൻസ്. വെദർ ഹിസ് മദർ മേക്സ് ഹെം പഞ്ചാബി സമോസാസ് ഓർ ബംഗാളി മസ്റ്റാർഡ് ഫിഷ് ഓർ കേരള റൈസ്, if he prefers the mangoes of the north like me or the sweeter ones from the south. അപ്പോൾ ഈ ഒരു ട്രാവലർ വളരെ പെട്ടെന്ന് അവരുടേതായ അസംഷൻസിലേക്ക്, ധാരണകളിലേക്ക് പോകും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇയാൾക്ക് പഞ്ചാബി സമോസാസ് ആണോ, അതോ ബംഗാളീസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മസ്റ്റാർഡ് ഫിഷ് കറിയാണോ, അല്ലെങ്കിൽ കേരള സ്പെഷ്യൽ റൈസ് ആണോ ഇദ്ദേഹം കഴിച്ചിട്ടുള്ളത്, ഓർ മാംഗോസ് ഓഫ് ദ നോർത്ത് ലൈക്ക് മീ, ഇദ്ദേഹത്തിന് ഇഷ്ടം ഏത് തരം മാംഗോ ആണോ, ഓ ദ സ്വീറ്റർ വൺസ് ഫ്രം ദി സൗത്ത്. അപ്പോൾ ഈ ഒരു പറച്ചിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇയാളെക്കുറിച്ച് പറയുന്നതിൽ കൂടുതൽ ഇവരുടെ സ്വന്തം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇയാളുടെ ഫുഡിനെ അനലൈസ് ചെയ്യുന്നത്. സോ ദ സ്പീക്കേഴ്സ് തോട്ട്സ് ഡ്രിഫ്റ്റ് ടു ഇമാജിനിങ് ദ ഡ്രൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ത്രൂ ഫുഡ്, കണ്ടംപ്ലേറ്റിംഗ് വെദർ ഹിസ് മദർ പ്രിപ്പയർസ് ട്രഡീഷണൽ ഡിഷസ് ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് സൗത്ത് ഏഷ്യ. അപ്പോൾ സൗത്ത് ഏഷ്യൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടിപ്പിക്കലി ഇന്ത്യൻ ആയിട്ടുള്ള ഡിഷസ് ആണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ സ്വന്തം പ്രിഫറൻസും അല്ലെങ്കിൽ ഐഡിയാസും വെച്ചിട്ടാണ് മറ്റൊരാളെ ഇവർ അളക്കുന്നത്. So through the culinary imagery, Punjabi samosas, etc., Darkar demonstrates the ability to use food as a cultural marker, mapping the geography of South Asia. അപ്പോൾ ഫുഡിനെ ഇവിടെ ഒരു കൾച്ചറൽ മാർക്കറായിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പഞ്ചാബി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമൂസാസ്, ദെൻ കേരള റൈസ്. അപ്പോൾ ഈ രീതിയിൽ ഫുഡിനെ ആ കൾച്ചറിൻ്റെ മാർക്കറായിട്ടും അതുപയോഗിച്ച് അവിടുത്തെ ഒരു ജോഗ്രഫിക് ലൊക്കേഷനെയുമാണ് ഇവർ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ദർക്കറിൻ്റെ തന്നെ ഒരു സ്ഥിരം രീതിയാണ്. ഇങ്ങനെ ഫുഡും
ഐഡൻറ്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. ബിഫോർ ഐ ക്യാൻ സ്റ്റോപ്പ് ദെം ദ വേർഡ്സ് fall out of my mouth and where are you from? I mean you people. They land somewhere on the back of his neck, slide into the rear view mirror, roll into his eyes. So all on a sudden ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അറിയാതെ ഇവർ ചോദിച്ചു പോവാണ്, വെർ ആർ യു ഫ്രം? അനു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്ന പോലെ എവിടെ നിന്നാണ് നിങ്ങൾ? സോ ദി നെക്സ്റ്റ് ഫ്രേസ് ഇസ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. അതായത് നിങ്ങളുടെ ആൾക്കാർ. സോ യുവർ പീപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ തന്നെ യു ആർ അതറിങ് ദി അതർ പേഴ്സൺ. സോ ദേ ലാൻഡ് സംവെയർ ഓൺ ദ ബാക്ക് ഓഫ് ഹിസ് നെക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ പിറകിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെക്കിൽ ചെന്ന് വീണിട്ട് റിയർ വ്യൂ മിററിലൂടെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, ഇഷ്ടക്കേടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചെന്ന് കയറുന്ന പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ യുവർ പീപ്പിൾ, നിങ്ങളുടെ ആൾക്കാരെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ്. സോ ദ വേർഡ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഫിസിക്കലി മൂവിങ് ത്രൂ ദ സ്പേസ് ഓഫ് ദ ക്യാബ്, ക്രിയേറ്റിംഗ് ടെൻഷൻ ഇൻ ദെയർ ഇൻട്രാക്ഷൻ. അപ്പോൾ ആ ചോദ്യം വേണ്ടാത്ത ചോദ്യമായി പോയി. സോ ദ പിവോട്ടൽ മൊമെൻറ്റ് ഓഫ് ദ പോം കംസ് വിത്ത് ദ ലൈൻസ് വെർ ആർ യു ഫ്രം? ഐ മീൻ യുവർ പീപ്പിൾ. ആ യുവർ പീപ്പിൾ എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് അയാളോട് ചോദിക്കുന്നതാണ് ഈ ഒരു കവിതയിലെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക, ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദർക്കർ സ്കിൽഫുള്ളി ക്യാപ്ചേഴ്സ് ദ സ്പീക്കേഴ്സ് സെൽഫ് അവെയർനെസ് ഓഫ് ദെയർ ഓൺ പ്രിജുഡിസസ്. സ്വന്തമായിട്ടുള്ള മുൻവിധികളും ധാരണകളും അറിയാതെ ഇവരുടെ വായിൽ നിന്ന് വീണു പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഹെർ ബ്രോഡർ പോയറ്റിക് കൺസേൺ വിത്ത് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ബ്രിട്ടീഷ് ഏഷ്യൻ ഐഡൻറ്റിറ്റി. സോ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഏഷ്യൻ കമ്മ്യൂണിറ്റി, പല നാടുകളിൽ നിന്ന് വരുന്ന ഏഷ്യക്കാർ അവിടെ മിക്സഡ് ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുക എന്നുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവരുടെ നമ്മൾ കാണുന്നത്. And next lines, and the last lines, he looks back for 1 second and his face as a passport and his back as a flag and he says Barnsley and I pay and get out. So ഈ ഒരു ക്ലൈമാറ്റിക് മൊമെൻറ്റിൽ ദ ഡ്രൈവേഴ്സ് ബ്രീഫ് ഗ്ലാൻസ് ബാക്ക് ട്രാൻസ്ഫോംസ് മെറ്റഫോറിക്കലി. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട് ആൻഡ് ഹിസ് ബാക്ക് ഇസ് എ ഫ്ലാഗ്. അപ്പോൾ അയാളുടെ മുഖത്ത് എന്താ പറയുക, അയാളുടെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കാണാൻ പറ്റും. ഹിസ് ഫേസ് ബിക്കംസ് എ പാസ്പോർട്ട്, സിംബലൈസിങ് ദ വെയ്റ്റ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് അസംഷൻസ്. ഒരാളുടെ മുഖത്ത് ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒരാളുടെ ലിപ്പിൻ്റെ എന്താ പറയുക സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരാളുടെ ചിഹ്നം എങ്ങനെയാണ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ആൾക്കാരുടെ ഐഡൻറ്റിറ്റി അളക്കുകയാണ് ചെയ്യുക. അതും മിക്സഡ് ആയിട്ട് ആൾക്കാർ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിൽ. അപ്പോൾ ദ പോം കൺക്ലൂഡ്സ് വിത്ത് ദ സിമ്പിൾ റെസ്പോൺസ് ബാൺസ്ലി. ബാൺസ്ലി എന്ന് പറയുമ്പം എവിടുന്ന എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം തിരിച്ചു നോക്കുകയും അതൊരു ഇഷ്ടക്കേടോട് തന്നെ ഇദ്ദേഹം ബാൺസ്ലി എന്നുള്ള ടൗണിൻ്റെ പേര് പറയുകയും ചെയ്യുന്നതോടുകൂടി ഇയാളുടെ ചോദ്യം ചോദിച്ച ആളുടെ എല്ലാ അസംഷൻസും തെറ്റായി പോകുന്നു. കാരണം ബാൺസ്ലി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ടൗണാണ്. സോ ഇത് കേട്ടതും നമ്മുടെ സ്പീക്കർ പെട്ടെന്ന് തന്നെ പൈസ കൊടുത്തിട്ട് നേരെ ഇറങ്ങി പോവാണ്. സോ ദിസ് ഹേസ്റ്റി എക്സിറ്റ് ഹൈലൈറ്റ്സ് ദെയർ എംബറാസ്മെൻറ്റ് ആൻഡ് സബ്വേർഷൻ ഓഫ് ദെയർ അസംഷൻസ്. അപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആൻസർ കിട്ടിയപ്പോൾ ട്രാവലർ പെട്ടെന്നൊന്ന് വറീഡാവുകയും അതേപോലെ ചമ്മി ഇങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. സോ ദ പവർഫുൾ മെറ്റഫേഴ്സ് ഹിസ് ഫേസ് ഇസ് എ പാസ്പോർട്ട് ആൻഡ് ഹിസ് ബാക്ക് ഇസ് എ ഫ്ലാഗ് encapsulate Darka's talent for transforming mundane observations into lauded political commentary. അപ്പോൾ ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം തന്നെ ഒരു പാസ്പോർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇയാളുടെ ഒരു ഐഡൻറ്റിറ്റി ഇയാൾക്ക് ചോദ്യം ചോദിച്ച ആൾക്ക് ട്രാവലർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായ എംബറാസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ചമ്മലാണ് അവിടെ കണ്ടത്. സോ ദ ഡ്രൈവേഴ്സ് റെസ്പോൺസ് ബാൺസ്ലി സെർവ്സ് എസ് എ ക്യാരക്ടറിസ്റ്റിക് ദർക്കർസ് എൻഡിങ്, ബ്രീഫ്, പവർഫുൾ ആൻഡ് സബ്വേർട്ടിങ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഇവരുടെ പോംസ് പലതും ഒരു കഥ പോലെയാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ക്ലൈമാറ്റിക് ഒരു സസ്പെൻസ് കൂടി വരാറുണ്ട്. ആൻഡ് in the similar way she concludes many of her poems about cultural identity and belonging. So ഇതിൻ്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള അനാലിസിസും നോട്ട്സൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്.